നാളെ ഉത്രാടമാണ്. ഉത്രാട പാച്ചിലേക്ക് കിടക്കുകയാണ്. അവസാന ദിവസത്തെ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൂരസ്ഥലത്ത് നിന്നൊക്കെ ജോലി ചെയ്യുന്ന പലരും വീട്ടിലേക്കുള്ള യാത്രയിലൊക്കെയാണ്. ഈ പൂക്കടകളിലും വസ്ത്രവിപണിയിലും ഒക്കെ തന്നെ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്ക് കോഴിക്കോട് മിഠായി തെരുവിലെ കാഴ്ചകളിലേക്ക് പോകണം. ഒപ്പം തിരുവനന്തപുരത്തെ സംബന്ധിച്ചോളം തലസ്ഥാനത്ത് അനന്തപുരിയിൽ ഇനി 6 ദിവസം അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകളായിരിക്കും. കാരണം ഓണം വാരാഘോഷത്തിന് ഔദ്യോഗികമായ തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലും ഒക്കെ സ്ഥിതി വലിയ തിരക്കിന്റെ ഒരു അന്തരീക്ഷമാണുള്ളത്. എല്ലാ കാഴ്ചകളും നമുക്ക് ഒപ്പിയെടുക്കാം. ആദ്യം മലബാറിലേക്ക് പോകാം. ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ് ഒപ്പം മുഹമ്മദ് ഷഹീദും കൂടി അവിടുത്തെ കാഴ്ചകൾ പങ്കുവയ്ക്കുകയാണ്. എല്ലാ തവണയും കാരണം മിഠായി തെരുവ് ഒരു വലിയ കേന്ദ്രമാണ്, തിരക്കിന്റെയും കാഴ്ചകളുടെയൊക്കെ തന്നെ കേന്ദ്രമാണ്. ഇത്തവണ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെട്ട പല ബുദ്ധിമുട്ടുകൾ, കച്ചവടങ്ങളൊക്കെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരുന്നു. പക്ഷെ ഇന്ന് വലിയ ഉണർവ് കാണുന്നുണ്ട്. മാത്രമല്ല ആളുകളുടെ ഒഴുക്ക് കൂടിയാണ് ഇംതിയാസ് നേരത്തെയൊക്കെ ആ കാഴ്ചകൾ പങ്കുവെച്ചപ്പോൾ കണ്ടത്. ഇപ്പോൾ രാത്രിയാണ്, 7 മണി പിന്നിട്ട് കഴിയുമ്പോൾ നഗരത്തിലെ സ്ഥിതി എന്താണ്? മിഠായി തെരുവിലെ കാഴ്ചകൾ എന്താണ് ഇംതിയാസ്? പ്രജീഷ്, സമയം രാത്രിയാവുമ്പോൾ 7 മണി പിന്നിടുമ്പോഴും ഒക്കെ കോഴിക്കോട് നഗരത്തിൽ SM സ്ട്രീറ്റിൽ അതേ വൈബ് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഒരു ഉച്ച മുതലൊക്കെ ഇവിടെയുള്ള ജനത്തിരക്ക്, ആ ജനത്തിരക്ക് അതുപോലെ തന്നെയുണ്ട്. ആളുകൾ അവസാനവട്ടം, അതായത് നാളെ ഉത്രാടമാണ്, അതിന് മുൻപായിട്ടൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് എത്തുന്നതിന്റെ കാഴ്ചകളാണ് നമുക്ക് മിഠായി തെരുവിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആദായ വിൽപ്പനയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മിഠായി തെരുവ് എന്ന് പറയുന്നത്. നേരത്തെ മുഹമ്മദ് ഷഹീദന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അഞ്ജന കൂടെയുണ്ട്. അഞ്ജനയെ സംബന്ധിച്ചിടത്തോളം അഞ്ജന മധ്യ കേരളത്തിൽ നിന്ന് മലബാറിൽ എത്തിയ ഒരാളാണ്. എന്താണ് SM സ്ട്രീറ്റ് വൈബ്? ഏത് മൂടെന്ന് ചോദിച്ചാൽ SM സ്ട്രീറ്റ് ആണോ മൂഡ്? നേരത്തെ തന്നെ SM സ്ട്രീറ്റ് ഓണം മൂഡിലേക്ക് എപ്പോഴേ മാറിക്കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഡ്രസ്സൊക്കെ എടുക്കും, ഓണക്കോടി എടുക്കും. അതോടൊപ്പം തന്നെ ഈ ഓണത്തിന് കാക്കേരിയപ്പൻ ഒരുക്കുന്നൊരു ചടങ്ങുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അപ്പോൾ ഡ്രസ്സിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഞങ്ങൾ അത്തരത്തിലുള്ള ചടങ്ങുകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ സംഗതികളൊന്നും ഇല്ല. കാക്കേരിയപ്പൻ ഒരുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെക്കുക, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് പൂക്കള്. അപ്പൊ ഇവിടേക്ക് തിരക്കിനെ കുറിച്ച് എന്താ പറയുക? SM സ്ട്രീറ്റിൽ നമ്മൾ രാവിലെ മുതൽ ഇവിടുന്ന് ലൈവ് കൊടുക്കുന്നുണ്ട്. ഇതേ തിരക്കാണ്. ആളുകൾ എത്തുന്നു, ചാറ്റൽ മഴ പെയ്യുന്നു. ആ മഴ പെയ്യുമ്പോഴും ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുക. ആരും ഇവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. എന്താ അത് കണ്ടിട്ട് തോന്നുന്നു? ഞെട്ടിപ്പോയി. കാരണം ഈ തിരക്കൊന്നും ഞാൻ എന്റെ നാട്ടിൽ കണ്ടിട്ടില്ല. എന്താ ആൾക്കാര്, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആൾക്കാരും ഇവിടെ SM സ്ട്രീറ്റിലേക്കാണ് തോന്നുന്നു ഡ്രസ്സ് എടുക്കാൻ പറ്റുന്നത്. അതുപോലെയുള്ള തിരക്കാണ് ഇവിടെ. മലബാറിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് മലപ്പുറം, അതുപോലെ തന്നെ വയനാട് തുടങ്ങിയ എല്ലാ ജില്ലകളിലും കണ്ണൂർ നടപ്പ് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നുണ്ട് SM-ലേക്ക്. എല്ലാവർക്കും ചെറിയ പൈസക്ക്, എല്ലാവർക്കും വേണ്ട, ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുടുംബത്തിൽ എല്ലാവർക്കും ചെറിയ പൈസക്ക് വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ കയ്യില് ചെറിയ പൈസ ഉണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാ സാധനവും കിട്ടും. അതും ട്രെൻഡിനുള്ള പുതിയ ഫാഷൻ എന്താണോ ആ സാധനം എല്ലാവർക്കും വാങ്ങിച്ചു വീട്ടിൽ കൊണ്ടുപോകും. പ്രതീക്ഷ, ഞാൻ നേരത്തെ 60 രൂപയ്ക്ക് SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ച കണ്ണടയാണ് ഇത്. ഞാൻ അഞ്ജനക്ക് കൊടുക്കുകയാണ്. അഞ്ജന മധ്യ കേരളത്തിൽ നിന്ന് വന്ന ആളാണ്. അതെ, അതുകൊണ്ട് എനിക്ക് ഓണസമ്മാനം ഇംതിയാസിന്റെ ആകാം. എന്തായാലും അതാണ് പ്രതീക്ഷ. SM സ്ട്രീറ്റ് ഫുൾ ഓണാണ്, ഫുൾ വൈബാണ്. നേരത്തെ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ട കച്ചവടം, ആ കച്ചവടമൊക്കെ വലിയ ഉണർവോട് കൂടി തന്നെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. നാളെ ഉത്രാടപ്പാച്ചിലാണ്. ആ ഉത്രാടപ്പാച്ചിലേക്ക് ഈ മണിക്കൂറുകളെല്ലാം കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോൾ ഇവിടെ സൂചി കുത്താൻ സ്ഥലമുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കാരണം അതിന്റെ ഒരു ചിത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നാളെ ആവുമ്പോൾ അത് വേറെ രീതിയിലേക്ക് മാറും, വേറെ മൂടാവും. ഏത് മൂടെന്ന് ചോദിച്ചാൽ ഫുൾ ഓൺ SM സ്ട്രീറ്റ് മൂടാണ്, ഓണം മൂടാണ് എന്ന് നിസ്സംശയം പറയാം. പ്രജീഷ്.